റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടെ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തെ അപകീർത്തിപ്പെടുത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾ അമിതമായി പ്രവർത്തിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ദീർഘദൂര പ്രൊജക്ടൈലുകളും 100% ഫലപ്രാപ്തിയോടെ തടഞ്ഞതുകൊണ്ട് S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു വലിയ വിജയമായി മാറി. S-400 സർഫസ് ടു എയർ മിസൈൽ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിനായി ഉപയോഗിച്ച നിരവധി ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും നിസ്സാരമായി തകർത്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഹ്രസ്വയുദ്ധത്തിൽ അതിന്റെ യഥാർത്ഥ മൂല്യം തെളിയിച്ചിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ ആരംഭിച്ച $5.4 ബില്യൺ കരാർ പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നും 5 S-400 യൂണിറ്റുകൾ വാങ്ങുന്നു. റഷ്യക്കെതിരെ ആഗോള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കരാറുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. അമേരിക്കയുടെ കാറ്റ്സ ഉപരോധത്തിന്റെ കീഴിൽ ഇന്ത്യക്ക് ഇളവ് നൽകുന്നതിനെക്കുറിച്ച് അമേരിക്ക തീരുമാനമെടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ S-400 എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ ഡെലിവറികൾ ഏറ്റെടുത്തത് എന്നത് അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിൽ ഒന്നായിരുന്നു. 314 കിലോമീറ്റർ ദൂരെയുള്ള വ്യോമലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയ ഒരു സർഫസ് ടു എയർ മിസൈൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കിൽ എന്ന ലോക റെക്കോർഡ് ഇന്ത്യയുടെ S-400 എയർ ഡിഫൻസ് സിസ്റ്റം സൃഷ്ടിച്ചതായി വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നും നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണത്തിൽ S-400 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം പാകിസ്ഥാൻ വ്യോമസേനയുടെ സാബറിയ 2000 എന്ന അവാക്സ് വിമാനത്തെ കൃത്യമായി തകർത്ത് തരിപ്പണമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷമുള്ള പാകിസ്ഥാന്റെ സാബറിയ 2000 അവാക്സ് വിമാനത്തിന്റെ രണ്ടാമത്തെ നഷ്ടമാണിത്. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് S-400 ഉപയോഗിച്ച് അവാക്സ് വെടിവെച്ചിട്ട എന്ന ഉറവിടത്തിന്റെ അവകാശവാദങ്ങളെ കൃത്യമായി സാധൂകരിക്കുന്നു. മെയ് 9-10 രാത്രിയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിനിടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഒരു അവാക്സ് വിമാനം നഷ്ടപ്പെട്ടതായി പാകിസ്ഥാന്റെ മുൻ എയർ മാർഷൽ മസൂദ് അക്തർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ സൈന്യം തുടർച്ചയായി 4 ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും പാകിസ്ഥാൻ പൈലറ്റുമാർ അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ പാഞ്ഞുവെങ്കിലും ഈ മിസൈലുകൾ കൃത്യമായി വന്നുകൊണ്ടിരുന്നുവെന്നും നിർഭാഗ്യവശാൽ 4ാമത്തേത് നമ്മുടെ അവാക്സ് നിലയുറപ്പിച്ചിരുന്ന ബോലാരിയിലെ ഹാങ്ങറിൽ ഇടിച്ച വിമാനം തകരുകയും അതോടൊപ്പം ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നും മസൂദ് അക്തർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദംപൂരിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യയുടെ S-400 സംവിധാനം 11 തവണ ഈ ഓപ്പറേഷനിൽ ആക്റ്റീവായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത് 314 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാന്റെ സാബറിയ 2000 അവാക്സ് വിമാനത്തെ തകർത്ത് തരിപ്പണമാക്കിയതാണ് സ്ഥിരീകരിച്ച ആക്രമണങ്ങളിലൊന്ന്. ഇതിനു പുറമെ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ ഒരു C-130J മീഡിയം ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, ഒരു J-17 വിമാനം, 2 അമേരിക്കൻ F-16 വിമാനങ്ങൾ എന്നിവ ആകാശനിലത്തുമായി തകർന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ പാകിസ്ഥാനിൽ നിന്നും തൊടുത്തുവിട്ട നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്താനും ഇന്ത്യൻ S-400 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന് കഴിഞ്ഞു. ഇന്ത്യ ഇതിനോടകം തന്നെ 2 പടിഞ്ഞാറൻ മുന്നണിയിലും 1 കിഴക്കൻ മുന്നണിയിലുമായി 3 യൂണിറ്റ് S-400 സിസ്റ്റങ്ങൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം കാരണം വൈകിയിരിക്കുന്ന 2 യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ നിലവിൽ കാത്തിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉടൻ തന്നെ മോസ്കോ സന്ദർശിക്കുമെന്നും ശേഷിക്കുന്ന 2 യൂണിറ്റുകൾ എത്രയും വേഗം വിതരണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അജണ്ടയിലുണ്ടെന്നും പറയപ്പെടുന്നു. ഇന്ത്യൻ ആവശ്യങ്ങൾക്ക് ഫലപ്രദമാണെങ്കിലും 2 മുന്നണികളിലെയും ഏറ്റുമുട്ടലിന് വ്യോമാതിർത്തി സുരക്ഷിതമാക്കാൻ ഇന്ത്യക്ക് കൂടുതൽ S-400 യൂണിറ്റുകൾ ആവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സംവിധാനത്തിന്റെ യുദ്ധവിജയം കാരണം ഇന്ത്യ കൂടുതൽ S-400 യൂണിറ്റുകൾക്കായി ഓർഡർ നൽകിയേക്കാമെന്നും ഇതുകൂടാതെ കൂടുതൽ നൂതനമായ S-500 വാങ്ങിയേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യയുടെ അടുത്ത തലമുറയിലെ സർഫസ് ടു എയർ മിസൈലും ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ സംവിധാനവുമാണ് S-500 സിസ്റ്റം. അൽമാസാന്റെ വികസിപ്പിച്ചെടുത്ത ഇതിന് 600 കിലോമീറ്റർ വരെ പ്രവർത്തന പരിധിയുണ്ട് എന്നതുകൂടാതെ ഹൈപ്പർസോണിക് ആയുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, താഴ്ന്ന ഭ്രമണപഥ ഉപഗ്രഹങ്ങൾ എന്നിവയെ പോലും തടയാൻ S-500 കഴിയും. താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെ നിർവീര്യമാക്കാനുള്ള S-500 കഴിവിതിനെ ഒരു തന്ത്രപരമായ ആസ്തിയാക്കി മാറ്റുന്നു. പാകിസ്ഥാന്റെ എല്ലാ കോണുകളും ഇവയുടെ ആക്രമണ പരിധിക്കുള്ളിൽ കൊണ്ടുവരുമെന്നത് കൂടാതെ ഇത് ഭാവിയിലെ യുദ്ധങ്ങളിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കൊരു വൻ ഭീഷണിയുമായിരിക്കുമെന്നതുകൊണ്ട് S-500 സംയുക്ത നിർമ്മാണ കരാറിൽ ഇന്ത്യ പങ്കുചേരുമെന്ന് കരുതപ്പെടുന്നു. S-500 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെലവ് കുറഞ്ഞതായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. കാരണം ഇന്ത്യക്ക് മിസൈലുകളും സോഫ്റ്റ്വെയർ നവീകരണങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ എന്നും അതേസമയം ലോഞ്ചറുകൾ അതേപടി നിലനിൽക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. 40 N6 മിസൈലുകൾ ഉപയോഗിച്ച് 400 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ S-400 എയർ ഡിഫൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും 250 കിലോമീറ്റർ പരിധിയിലുള്ള 48 N6 മിസൈലും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതായത് ഒരേ സമയം 80 ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാനുള്ള കഴിവും 1-ലധികം അതിശക്തമായ റഡാറുകൾ നൽകുന്ന ഉയർന്ന സാഹചര്യ അവബോധവും S-400 കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നതിനോടൊപ്പം ഈ കഴിവുകൾ സ്റ്റെൽത്ത് ലക്ഷ്യങ്ങളെ വിശ്വസനീയമായി ആക്രമിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു.
ഈ റോഡ് മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാണ് എന്ന് മാത്രമല്ല, അതിനെ തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ ഇന്ത്യ വിജയകരമായി പരാജയപ്പെടുത്തുകയും ചെയ്തു. അതായത് S-400ന്റെ ലോഞ്ചറുകൾ, റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ ഫയർ ചെയ്തതിനു ശേഷം വേഗത്തിൽ വീണ്ടും വിന്യസിക്കാൻ കഴിയുമെന്നതിനാൽ ഇവയെ നിർവീര്യമാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു. ഈ പാളികളുള്ള സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക് നുഴഞ്ഞുകയറാൻ പ്രയാസമുള്ള ആന്റി ആക്സസ് ഏരിയ ഡിനയിൽ മേഖലകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു. റഷ്യൻ വ്യോമസേനയുടെ സർഫസ് ടു എയർ മിസൈൽ ആയുധ ശേഖരത്തിന്റെ നട്ടെല്ലായി S-400 അറിയപ്പെടുന്നു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വ്യാപകമായി പ്രവർത്തിക്കുന്ന ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണിത്. അതായത് നിലവിൽ 30-ലധികം റെജിമെന്റുകൾ സേവനത്തിലുണ്ട്. 1993 S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വികസനം ആരംഭിച്ചത്. 143 കിലോഗ്രാം ഭാരമുള്ള ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെന്റേഷൻ വാർഹെഡ് ഉപയോഗിക്കുന്ന ഈ മിസൈൽ 250 മുതൽ 400 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും 60 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്നതുമായ ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈലാണ്. മിസൈൽ സംഭരണ കണ്ടെയ്നറുകൾ, ലോഞ്ചറുകൾ, റഡാറുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം 70 മുതൽ 80% സാങ്കേതിക വിദ്യയും 2007 മുതൽ സേവനത്തിലുള്ള S-300 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. S-400ൽ നിന്നും S-500ലേക്കുള്ള അപ്ഗ്രേഡും ഇതുപോലെ തന്നെയായിരുന്നു. S-300 സംവിധാനങ്ങൾ ക്രമേണ മാറ്റി സ്ഥാപിക്കുന്നതിനായി 10 S-500 ബറ്റാലിയനുകൾ റഷ്യ നിലവിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2014 2017 ഇടയിൽ ഒരു മെറ്റലർജിക്കൽ എഞ്ചിനീയർ, അതായത് മനോഹർ പരീക്കർ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായപ്പോൾ അദ്ദേഹം ഈ മന്ത്രാലയത്തിന് ഒരു പുതുജീവൻ നൽകി. ഇന്ത്യയുടെ പ്രതിരോധ ഏറ്റെടുക്കൽ പദ്ധതികളെ കൂടുതൽ വ്യക്തമായി നയിക്കാൻ പരീക്കറുടെ സാങ്കേതിക പശ്ചാത്തലം അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. അമേരിക്കയുടെ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹം S-400 പോലെയുള്ള ഉയർന്ന ഓഹരി സംഭരണങ്ങളെ പിന്തുണച്ചു. തന്ത്രപരമായ സ്വയംഭരണാവകാശം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഈ കരാറുമായി മുന്നോട്ടു പോയത് എന്നത് ഇതോടൊപ്പം നോക്കിക്കാണണം. 2025 മെയ് മാസത്തിലെ സംഭവങ്ങൾ മനോഹർ പരീക്കറുടെ ദർശനത്തെ ശരിവെക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും ചെലവേറിയ വ്യോമ പ്രതിരോധ ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു S-400ന്റെ ഏറ്റെടുക്കൽ. എന്നാൽ സമീപകാല സൈനിക ഏറ്റുമുട്ടലിലെ S-400ന്റെ പ്രകടനം ഓരോ ചില്ലിക്കാശും വിലമതിക്കുന്നതായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അടുത്ത കുറച്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തലം ഭേദിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് മനോഹർ പരീക്കർ ആഗ്രഹിക്കുകയും അത് നടപ്പാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായി 2023 വ്യോമസേനയുടെ സർഫസ് ടു എയർ മിസൈൽ ഫ്ലീറ്റ് യുദ്ധവിമാന സ്ക്വാഡ്രോണുകളുടെ എണ്ണത്തെ മറികടന്നിരുന്നു. അതായത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം വിവിധ ശ്രേണികളിലായി ഏകദേശം 50 യൂണിറ്റ് സർഫസ് ടു എയർ മിസൈലുകളുണ്ട്. S-400ന് പുറമെ റഷ്യൻ നിർമ്മിത S-125 പെറ്റോറ, ഓസ-ഓക്കെ, ഇഗ്ല, ഇസ്രായേലിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് സർഫസ് ടു എയർ മിസൈലുകൾ എന്നിവയും വ്യോമസേനയുടെ കൈവശമുണ്ട്. ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ശത്രു വിമാനങ്ങളെ നേരിടാൻ കഴിയുന്ന പാളികളുള്ള ഏരിയ പ്രതിരോധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ തത്വശാസ്ത്രം. അങ്ങനെ എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച വായുമേധാവിത്വ ഫൈറ്ററുകൾ ഏരിയ പ്രതിരോധത്തിന്റെ ആദ്യ പാളികളായി മാറുന്നു. സർഫസ് ടു എയർ ഗൈഡൻസ് വെപ്പണുകൾ രണ്ടാമത്തേതും ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങളും ആന്റി എയർക്രാഫ്റ്റ് ആർട്ടിലറി തോക്കുകളും അവസാനത്തെ എയർ ഡിഫൻസ് കവർ നൽകുകയും ചെയ്യുന്നു.